ഒന്നാമത് ഞങ്ങളെ തന്തപ്പൊടി ചെറുപ്പത്ത് ഒഴിവാക്കി പോയതാണ്. എന്തെങ്കിലും പണിയെടുക്കും ആളൊക്കെക്കാർ ആ മുട്ടി എന്താ വർത്താനം ചോദിക്കൂലേ, അത് ചോദിച്ചാൽ പിന്നെ അകത്തേക്ക് എനിക്ക് കയറണ്ട, പിന്നെ അട്ടിയാണ്. ആയുസുണ്ടെങ്കിൽ ജീവിക്കാലോ. തച്ചിട്ട് ഇങ്ങനെ ചോര കാണാതെ അയാൾ നിൽക്കൂല. ഇവർ രണ്ടാളും അയാൾ വിളിച്ചാൽ പോകൂല, പരിചയമില്ലല്ലോ, കണ്ട് പരിചയമില്ലല്ലോ. ഇത് പഠിപ്പിച്ചാണെന്ന് പറഞ്ഞാണ്ട് ഇനിയും തല്ലി ഇതിനങ്ങോട്ട് ഒരു ഒറ്റ തട്ടാണ്. അതിന് കുറ്റിട്ടിട്ട് ഉള്ളിന്ന് വലിയ വടിയെടുത്ത് വരിക എന്നെ തല്ലാൻ. അപ്പോൾ ഒച്ച കേട്ടിട്ട് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ഇയാളെ പൊടിച്ചു. അല്ലെങ്കിൽ ഇന്ത്യയും കുട്ടികളെയും മയ്യത്ത് ഇന്നുണ്ടാവില്ല. ഒന്നുമില്ലാതെ അങ്ങനെ വളർത്തിയല്ലേ, നമ്മളെ കൈ വിടൂലെന്നൊരാഗ്രഹം, ഒരു സ്വപ്നം അങ്ങനെ ഉണ്ടായിനി. അതേപോലെ ഓലിപ്പോൾ രണ്ടാളും ഇനി ഇമ്മാനെയും പൊന്നു പോലെ നോക്കാം. ഞങ്ങൾക്കുണ്ടല്ലോ എന്താണ് വാപ്പാന്റെ സ്നേഹം ഒന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ അമ്മ ദുബായ്, അതായത് പുറത്ത് പോയി, ഗൾഫ് പോയ ടൈമിൽ പിന്നെ ഞങ്ങളെ പെരിയിൽ നോക്കാൻ ആയിട്ടില്ല. അമ്മമാർക്ക് ഒറ്റ വീട്ടിലുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞങ്ങളെ ഹോസ്റ്റലിലാക്കി. സങ്കടപ്പെട്ട് ഇവരോട് പറഞ്ഞില്ല, ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് പോവാന്നില്ല കാര്യം ഇവരോട് പറഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ ഇവർ വിളിക്കുക, അമ്മ സ്കൂള് പൂട്ടി നിങ്ങൾ വരിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എയർപോർട്ടിലാണ്. ചെന്ന ടൈമിൽ എനിക്കും ഒരു കെട്ടില്ലാണ്. ഇപ്പൊ ഒരാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ താഴത്തല്ലേ. ഇമ്മ സെന്ററിൽ കിടക്കും, ഞാനും ഓനും അപ്പുറത്ത് ഇറക്കല്. അപ്പൊ ഫോട്ടോ അല്ലേ ഉമ്മാന്റെ ഫോട്ടോ കട്ടില് വെക്കും. എന്നിട്ട് രണ്ടാളും സൈഡിക്ക് ഇങ്ങനെ നീ കിടക്കും, വക്കത്താക്കിയോ അങ്ങോട്ട് സൈഡിക്ക് ഇങ്ങനെ നീ കിടത്തിട്ട് എന്നിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് സ്ഥലമല്ലാണ്ട് നീ കിടക്കുക. അപ്പം എൻ്റെ കുട്ടി പൈസ തന്നപ്പോൾ വീട്ടിൽ അവിടെ ഇറച്ചിയൊന്നും കിട്ടൂലല്ലോ. എൻ്റെ കുട്ടി നേരം വെളുക്കോളം കുത്തുന്ന പത്തിരി ഇറച്ചിയൊക്കെ വരട്ടി ഇടക്കര കൊണ്ടാക്കി തന്നു. നേരം വെളുത്തപ്പോൾക്ക് ഫസ്റ്റ് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ബസ്സിന് അവിടെ പോയി. അതിലെൻ്റെ കുട്ടി ഈ പത്തിരിയും കൊടുത്തില്ലേ, ഇത് കെട്ടയച്ച കൊടുത്തില്ല. കുട്ടി ഇങ്ങനെ കണ്ണിന് വീട്ടിൽ ഇങ്ങനെ രണ്ട് കൈയോടും കൂടിയാണ് എൻ്റെ കുട്ടിയെ വാരി തിന്നത്. ആ രംഗൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിലിങ്ങനെ കാണാം. ഒന്നാമത് ഞങ്ങളെ തന്തപ്പൊടി ചെറുപ്പത്ത് ഒഴിവാക്കി പോയതാണ്. അപ്പൊ ഞങ്ങളെ നോക്കിയതൊക്കെ ഇമ്മേണി. ഇമ്മ ആദ്യം ഈ കൂടെ വല്ല തൊഴിലുറപ്പും അങ്ങനെയൊക്കെ നോക്കിയതാക്കി ചെറുപ്പത്ത്. ആണോ? ആദ്യം കൂലിപ്പണി. അത് കഴിഞ്ഞിട്ട് ഉമ്മ എന്ത് ചെയ്തു? അപ്പൊ ആദ്യം കൂലിപ്പണിയാണ്. പിന്നെ ഉമ്മ ദുബായ്, അതായത് പുറത്ത് പോയി, ഗൾഫ് പോയ ടൈമിൽ പിന്നെ ഞങ്ങളെ പെരിയിൽ നോക്കാൻ ആയിട്ടില്ല. ഉമ്മമാർക്ക് ഒറ്റ വീട്ടിലുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞങ്ങളെ ഹോസ്റ്റലിലാക്കി. ഹോസ്റ്റലിൽ ഉണ്ടാക്കിയാണ്ട് ഏകദേശം ഒരു 5 വർഷത്തെ ഹോസ്റ്റലിലാണ്. അപ്പോഴൊക്കെ ഇമ്മ കാണാൻ പറ്റൂലല്ലോ, വിളിച്ചും അല്ലാന്നുണ്ടെങ്കിൽ കത്ത് ചെയ്തും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉമ്മ വരും ഇടക്കിടക്ക് എന്നിട്ട് കാണും, ഇടക്കിടക്ക് ഒരു ബേക്കറി കൊണ്ടുവരും. ഒരു കുറി പോകാൻ നാളെ പോകുമെങ്കിൽ ഇന്ന് ഞാനും ഉമ്മയും ഹോസ്റ്റലിൽ ചെന്നു. അപ്പോൾ ഓലെ പരീക്ഷ നാളെ കയ്യാണ്, ഞാൻ പോണെന്നാണ് കയ്യണ്. അവിടെ പോയിങ്ങാണ്ട് ഇവരോട് പറഞ്ഞു, പിന്നെ കണ്ടുകാണ്ട് ഉച്ചക്ക് വന്നപ്പോൾ ഇവരെ കണ്ട് ഞങ്ങൾ കരഞ്ഞുങ്ങാണ്ട് സങ്കടപ്പെട്ട് ഇവരോട് പറഞ്ഞില്ല, ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് പോവാന്നില്ല കാര്യം ഇവരോട് പറഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ ഇവർ വിളിക്കുക, അമ്മ സ്കൂള് പൂട്ടി നിങ്ങൾ വരിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എയർപോർട്ടിലാണ്. അപ്പോൾ റബ്ബേ ഞാൻ കരഞ്ഞിട്ട് പറയാതെ പോവല്ലേ, പറഞ്ഞാ എന്തേ കാരാവസ്ഥ. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. പിറ്റേ ദിവസം വന്നാണ്ട് ഉച്ചക്ക് വന്നാണ്ട് അവിടെ ഇങ്ങോട്ട് വരും. ഹോസ്റ്റലിലല്ല, സ്കൂളിലാണ്. അപ്പൊ സ്കൂളിലേക്ക് വന്നാണ്ട് അപ്പുറത്തെ അടിയിൽ നിന്ന് എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ട് അല്ലാതെ കടത്താനം വന്നിട്ട് പോയി. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങള് കൂട്ടിയാണ് ഉമ്മാനെ വിളിച്ചപ്പോ പോവാണ്. അതൊക്കെ ഭയങ്കര സങ്കടമായിട്ടോ. അന്നൊക്കെ മക്കളിട്ട് പോയത്. എന്നിട്ട് ഉമ്മ പിന്നെ ചെല്ലണേ, ഇവര് രണ്ടാളും എങ്ങനെയായാലും ഉമ്മ അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യ. എന്നിട്ട് ആ മാഷൊക്കെ കുറെ ചീത്താറിന് പറഞ്ഞു. എന്നാലും ഉമ്മ മക്കളോടൊന്ന് പറഞ്ഞു പോയിക്കൂടെ, പറഞ്ഞാല് ഇവരാ പരീക്ഷ ഒന്നും എഴുതൂല. മനസ്സിലായി. അങ്ങനെ ഞാൻ പോകുമ്പോ എനിക്കും സങ്കടമാണ്, ഓൽക്കും സങ്കടം. അപ്പൊ അത്രയും സങ്കടം ഞാൻ സഹിച്ചിട്ട് ഒതുക്കി പിടിച്ചു പോയതാണ്. നിങ്ങൾ ഏറ്റവും ചെറുപ്പ സമയത്തല്ലേ, അല്ലെങ്കിൽ അച്ഛനെ അമ്മേനെ മിസ് ചെയ്യുന്ന സമയത്താണല്ലോ പോകുന്നത്. ഒരു വയസ്സായി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ അച്ഛന്റെയും അമ്മന്റെയും സ്നേഹം കിട്ടാതൊരു ചൈൽഡ്ഹുഡ് പോയിട്ടുണ്ടല്ലോ, ശരിക്കും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടോ അത്? അതായത് ഞങ്ങളെ ഫസ്റ്റ് ഹോസ്റ്റലിൽ ചേർക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നോക്കാൻ ആരുമില്ല പറഞ്ഞപ്പോ ഞങ്ങളെ ഇമ്മയും എല്ലാവരും അവിടെ കൊണ്ടുപോയി. അതായത് ഞാൻ 5ലായിട്ട് തോന്നുന്നു, 3ല്. ഞങ്ങൾ രണ്ടാളും അവിടെ ഏറ്റവും ചെറിയ കുട്ടികള്. ബാക്കിയുള്ള 7ാം ക്ലാസ് കുട്ടിയൊക്കെ ഓല് വരുന്നത്. ഞങ്ങൾ രണ്ടാളും ചെറുതാണ്. ഞങ്ങൾ അവിടെ കൊണ്ടാക്കി, ഒരു വൈകുന്നേരം ടൈമാണ് കൊണ്ടാക്കിയത്. ഇവര് ഇമ്മയും പോയി. അപ്പൊ നമ്മൾ കരഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഉറങ്ങണല്ലോ, കാരണം ഉറക്കം വരില്ല, കാരണം ഇവര് രണ്ടാളും ഇല്ലല്ലോ, ഇമ്മയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കല്.
എന്നിട്ട് അന്നത്തെ ദിവസം എങ്ങനെയൊക്കെ അവിടുന്ന് കഴിച്ചു നീക്കി. പിന്നെ 4-5 ദിവസം നമ്മൾ അവിടെ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, ഓല അനുസരിച്ച് അതിനനുസരിച്ച് പോകും. അത് കഴിഞ്ഞ് നമ്മളെ മാസം നമ്മൾ പെരീക്ക് വരും, മാസത്തിൽ ഒരു ദിവസം നമ്മൾ പെരീക്ക് വരും. ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം അവിടുന്ന് പോകും. അവിടെ പോകാൻ നേരത്തെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ആ ഹോസ്റ്റലിന്റെ ഗേറ്റ് എത്തുമ്പോ ഞങ്ങൾ രണ്ടും കരയിൽ തുടങ്ങും. അതപ്പുറത്തൊരു പുഴയുണ്ടേ, ആ പാലെത്തുമ്പോ തൊട്ട് മോനിട്ട് തന്നെ ഇറക്കല് തുടങ്ങും. പക്ഷെ വേറെ എന്താ അറിയോ, ഭയങ്കര കരഞ്ഞ് ഞങ്ങൾ ഈ കൊണ്ടേട്ട് അങ്ങോട്ട് വരില്ലേ, അതായത് ഇവിടെ പെരീന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ഓരോ മരകൾക്ക് ടാറ്റ കളി. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണട്ടോ ഒരു കല്ലെടുക്കും, പോക്കറ്റിലിടും, എന്നിട്ട് അവിടെ കൊണ്ടുവെക്കും. ഇത് ഞങ്ങളെ വലിയത്തെ കല്ലാണ്. അങ്ങനത്തെ ഓരോരോ പേരാണ്. പിന്നെ അവിടുത്തെ ഹോസ്റ്റലത്തെ കട്ടിൽ വരുമ്പോ 2 കുട്ടി കട്ടിലാണ്. അപ്പൊ ഈ ചെന്ന ടൈമിൽ എനിക്കും ഒരു കട്ടിലാണ്. അപ്പൊ ഇപ്പൊ ഒരാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ താഴത്തല്ലേ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ചെറുപ്പം മുതലേ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ സെന്ററിൽ കിടക്കും, ഞാനും ഓനും അപ്പുറത്ത് ഇറക്കല്. അപ്പൊ ഫോട്ടോ അല്ലേ ഉമ്മാന്റെ ഫോട്ടോ കട്ടില് വെക്കും. എന്നിട്ട് രണ്ടാളും സൈഡിക്ക് ഇങ്ങനെ നീ കിടക്കും, പക്കത്താ കീരോ അങ്ങോട്ട് സൈഡിക്ക് ഇങ്ങനെ നീ കിടത്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഉമ്മാക്ക് സ്ഥലല്ലാണ്ട് നീ കിടക്കാണ്ട് ഫോട്ടോ വെക്കും. അതായത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. കാരണം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ അങ്ങനെ കൊഞ്ചിച്ച് ഇതാക്കി കടന്നതാണ്. കൊണ്ടാക്കി വന്നിട്ട് ഞാൻ അടുത്ത വീട്ടിക്കാണ്ട് കേറിയിട്ട് അങ്ങോട്ട് കരഞ്ഞേക്കണ്. അത് ഇവര് കാണാതെ ഒരു കരച്ചിലും ഉണ്ടാവും. കാരണം നിങ്ങൾ ഇപ്പൊ പറയുമ്പോഴേക്കും ചിലപ്പോ കണക്ട് ആവണേ. അതൊന്നും ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടു എന്റെ മാതിരി കുട്ടികളെ കാണുമ്പോ ഞങ്ങളിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, ആ കുട്ടികൾക്ക് ഒരു ഭാഗ്യല്ലോ, ഓരോ സ്വന്തം പെരിയെന്നാണ് പഠിക്കാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചിന്തിക്കലുണ്ട്. ഇപ്പൊ സ്കൂളിലായ പോലും ഞാനിങ്ങനെ ഓരോ മരത്തിനെ ഇങ്ങനെ നോക്കും, ആ മരം വലുതാവുന്നുണ്ടോ, അടുത്ത പ്രാവശ്യം പോയി വരുമ്പോ ആ മരം എത്രക്ക് വലുതായി. ഞങ്ങളിങ്ങനെ പെരിക്ക് പോവുക, അങ്ങനെ വരിക, അങ്ങനത്തെ ഒരു ഇതിങ്ങനെ തോന്നും. ഉമ്മാന്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ ചെറുപ്പത്തില്. ഇത് ആ സമയത്ത് നിങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ ആയത് ഉമ്മയാണ് അല്ലേ? ഉമ്മയാണ്. അതാണ് ആ സ്നേഹാണ് ഇപ്പം കാണിക്കണേ. ഞങ്ങളെ ഉമ്മമ്മ പെരിയിലില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് തോട്ടിലും പാടത്ത് വയ്ക്കാരോ, സത്യം, അല്ലെങ്കിൽ പൊയിലേക്കാരോ. നേരെ അങ്ങോട്ട് വരുമ്പോ നാട്ടിൽ മൊത്തം എന്റെ പരക്കുട്ടിയാണോ ചോദിച്ചങ്ങനെ വരും. ഉമ്മയുടെ എപ്പോഴും നമ്മൾ ചിരിച്ചിട്ടുള്ള ഫേസ് ആണ് എപ്പോഴും കാണാറ്. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നത് ചിരി മാറുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പല സ്ത്രീകൾക്ക് അതൊരു പ്രചോദനം തന്നെയാണ്. അപ്പൊ ഇത്ര ചെറുപ്പത്തിൽ 2 കുട്ടികളെ ഒറ്റക്കാക്കിയിട്ടാണ് ഉപ്പ ഒഴിഞ്ഞു പോകുന്നത്. ആ ഒരു സമയത്ത് മുസ്ലിം പെൺകുട്ടിയാണ്, ഉമ്മ മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് കൂടെ ഉള്ളത്. അന്ന് വളരെ ചെറിയ കുട്ടിയാണ്, ഇവർ രണ്ടുപേരെയും പഠിപ്പിച്ച് വളർത്തി. ഈ പോകുന്ന സാഹചര്യങ്ങൾ എപ്പോഴെങ്കിലും മടുത്തുവിനി? ഒരിക്കലും എൻ്റെ മക്കളെ മുഖം നോക്കിയിട്ട് എനിക്ക് ജീവിച്ച് കാണിക്കണം എന്നല്ലേ ആ ഒരു ആഗ്രഹമാണ് തോന്നിയേക്കാണ്. പണി പിന്നെ അയാൾ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ഉമ്മാനെ വിളിച്ച് ചോദിച്ചത് എന്താ പറയുക, ഉമ്മ നമ്മളവിടെ കൂലിപ്പണി ഇല്ലേ, ഞാൻ കുട്ടികളെയും കൊണ്ടാണ്ട് വരട്ടേന്നാ ചോദിച്ചത്. ഇവിടെ ഉമ്മ പറഞ്ഞു ആ ഉണ്ട്, പണിയുണ്ട്. അങ്ങനെ പോന്ന് മക്കളെ ഇവിടെ ആക്കി ഞാനും ഉമ്മയും, ഞാൻ പോവുകയല്ലേ അപ്പം ഉമ്മയും കൂടിയും പോകുന്നു പണിക്ക്. അങ്ങനെ പോയി പണി. അയാൾ എന്തിനാ അയാളെ തല്ലുകൊള്ളണ്? ആയുസുണ്ടെങ്കിൽ ജീവിക്കാലോ. തച്ചിട്ട് ഇങ്ങനെ ചോര കാണാതെ അയാൾ നിൽക്കൂല. ഇന്നൊക്കെ ആണെങ്കിൽ 2 കൊടുത്തിട്ട് പോന്നു ഞാൻ. വെറുതെ മനുഷ്യനെ വേദന ഉണ്ടോന്ന് അറിയാലോ അല്ലേ? എന്നിട്ട് ഇവരിങ്ങനെ പറയും ആ ഇപ്പൊ ഒന്ന് കണ്ടോക്കണ്ടേന്ന്. ആ കണ്ടോക്കണ്ടേ, ചൂല് ചാണകം മുക്കി തല്ലി ഞാൻ. അത്രക്ക് ദേഷ്യം. എന്തിനാ വരുത്താക്കണേ? നമ്മളിപ്പോ ഒരു ചേരനെ മടിയിലിട്ട് കുത്തിയാൽ തിരിച്ചു കൊത്തൂലേ? അന്ന് അറിയില്ലല്ലോ, കരയാനല്ലേ അറിയുള്ളൂ. ഇന്ന് എത്രയും ബോൾഡായ ഉമ്മ? അന്ന് കരയാനേ അറിയുള്ളൂ, ഇന്നാണ് ഇപ്പൊ ചിരി തുടങ്ങിയത്. പക്ഷെ ആ ഇപ്പൊ നമ്മള് ഒരു പെൺകുട്ടി, ഇപ്പൊ 2 ആൺകുട്ടികളാണ്, ഇപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണത്തിനെ കുറിച്ച് ഉമ്മ എന്താ പറയാ? അതായത് ഒരു പ്രായം കഴിഞ്ഞ് എല്ലാവരും കല്യാണം കഴിക്കുന്നതാണ് പറയാ. ശരിക്കും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഉമ്മ കല്യാണത്തെ കുറിച്ച് എന്താ പെൺകുട്ടിയോട് പറയാ ശരിക്കും? ഞാൻ പറയും ആരെങ്കിലും കണ്ടുവച്ചോറിയല്ല. അപ്പൊ എന്താട്ടാ എന്റെ അവസ്ഥ ആ കുട്ടിക്ക് വരരുത്, അതേ ഞാൻ പറയുള്ളൂ. നമ്മളിപ്പോ എന്തേലും പണിയെടുക്കുമ്പോ അയലോക്കാര് ആ അമ്മൂട്ടി എന്താ വർത്താനം ചോദിക്കൂലേ, അത് ചോദിച്ചാ പിന്നെ അകത്തേക്ക് എനിക്ക് കയറണ്ട, പിന്നെ അട്ടിയാണ്. അത് ഇവിടുന്ന് ഉണ്ടായി അനുഭവം. ചെറിയ കുട്ടികളാണ്. ഇവനൊരു കുറി അവിടുന്ന് ഇവൻ എന്തോ ഒരു കാര്യത്തിന് പിന്നെ ഞങ്ങൾ ചെന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഇവന് ഞങ്ങളിങ്ങനെ പോയിട്ട് അവിടെ തറവാട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ പോയിട്ട് പിന്നെ ഇവര് 2 ആളും അയാൾ വിളിച്ചാൽ പോകൂല, പരിചയമില്ലല്ലോ, കണ്ടു പരിചയമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇജ് പഠിപ്പിച്ചാണെന്ന് പറഞ്ഞാണ്ട് ഇനിയും തല്ലി. ഇതിനങ്ങോട്ട് ഒരൊറ്റ തട്ടാണ്. ഇത് ചെന്ന് അങ്ങോട്ട് ചുമരിന്റെ അവിടേക്ക് തെറിച്ചാണ്ട് വീണു. വാതിൽ കുറ്റിട്ടിട്ട് ഉള്ളുന്ന വലിയ വടി എടുത്ത് വരും എന്നെ തല്ലാൻ. അപ്പോഴത്തേന് ഞാൻ ആ ചെങ്ങല പോലത്തെ ഒരു വാതിലാണ് എങ്ങനെയൊക്കെയോ നീന്തി പോയിങ്ങാണ്ട് ആ വാതിൽ ലോക്കുണ്ട് തുറക്കലും. അപ്പോൾ ഒച്ച കേട്ടിട്ട് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ഇയാളെ പിടിച്ചു. അല്ലെങ്കിൽ ഇന്ത്യയും കുട്ടികളെയും മയ്യത്ത് കണ്ടുണ്ടാവില്ല.
അത്രക്കായി. ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങളല്ലേ ഒരു അനുഭവിക്കുന്നതും കല്യാണം കഴിച്ചൊരു സ്ഥലത്ത് പോയിട്ട് ആയിരിക്കുമ്പോഴാണ് അയാൾ എവിടെയും ഉണ്ടെങ്കിൽ കാണണം അയാള്. അതുമല്ല പിന്നെ എന്നോട് പറയാ ഈ വെറും ആൺകുട്ടികളെ പ്രസവിച്ചുള്ളൂ, അതും ഒരു കേസ്. അയാളെ കുട്ടികളില്ലാന്നൊക്കെ പറഞ്ഞിരിക്കണം അയാള്. എത്രത്തോളം മനുഷ്യനെ എന്നാ കണ്ടാണ്ടല്ലോ എല്ലാരും പറയും ഇജ് വെറുതെ പറയാ ആ ചങ്ങായിനെ അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെയൊന്നും എന്തുമല്ല സ്വഭാവമല്ലേ ഒരു ചെറുക്കനാ അറിയും. പടച്ചോനെ സ്വഭാവം മേത്താക്കിയിട്ടാ സ്വഭാവം കാണിക്കണേ. ഇപ്പൊ അച്ഛന്റെ ഭാഗത്തു നിന്നാണ് ചെറുപ്പത്തിൽ നിങ്ങൾക്കും ഉമ്മക്കൊക്കെ ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ പോവില്ല, അല്ലെങ്കിൽ ഉമ്മ എപ്പോഴും പറഞ്ഞിരുന്നത് എന്താ? ഉമ്മ എപ്പോഴും എന്താ പെണ്ണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓളെ പൊന്നുപോലെ നോക്കണം, ഉപദ്രവിക്കരുത് എന്ന് പറയും. ഇന്റെ അവസ്ഥ വരരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കല്ലേ. എനിക്കിപ്പോ ഇന്റെ സ്വഭാവമായാലും ബാപ്പാന്റെ അല്ലേ എനിക്ക് ഉണ്ടാവലുണ്ട്. അതായത് വാപ്പാന്റെ കുറെ സ്വഭാവം എനിക്ക് ഉണ്ടാവലുണ്ട്. ഉമ്മ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അല്ലേ അക്കിന്റെ മൈൻഡിൽ ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാനൊക്കെ പിടിച്ചു നിർത്തലുണ്ട്. നടക്കൂലാണ് എല്ലാം ഞാൻ എന്താ പിടിച്ചു ഒതുക്കി ആ ഒരു ശീലം അത് മാറ്റിയെടുക്കാണ്. ഇപ്പൊ ഒരു ഡിവോഴ്സ് സംഭവിക്കാന്ന് പറഞ്ഞാൽ പലരും അതോടെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് ഉമ്മ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് ജീവിച്ച് കാണിക്കണം. അയാൾക്ക് ഞാൻ പറയുന്നത് അയാൾ പെണ്ണ് കെട്ടും വേണം, അതിൽ 4 പെൺകുട്ടികൾ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാവും വേണം. എന്റെ ഒരു ആഗ്രഹം അതാണ്. എന്തായിട്ടുണ്ടാവും അല്ല കാരണം എന്താ വെച്ചാ എന്നോട് പറയാ ഈ ആൺകുട്ടികളെ മാത്രമേ പ്രസവിക്കുള്ളൂ. അപ്പൊ അയാൾക്ക് കിട്ടണ്ടേ 4 ഒറ്റ പ്രസവത്തിൽ കിട്ടണ്ടേ? കിട്ടണം. എന്റെ കണ്ണീര് അത്രക്ക് ചാടിയിട്ടുണ്ട്. അയാള് അനുഭവിച്ചിട്ടേ മരിച്ചുള്ളൂ. കാരണം ഉപദ്രവം കുറച്ചൊന്നല്ല ഉപദ്രവിച്ചിക്കണം. ഈ ലൈഫൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തെ 2 ആൺകുട്ടികളാണ്. ഇവര് ഒരിക്കൽ പഠിച്ച് വലുതായി എന്നെ നല്ല രീതി രാജകുമാരിയെ പോലെ നോക്കും എന്നൊരു ആഗ്രഹം. പണിയെടുത്തിട്ട് ആ ചിന്ത വന്നിട്ടില്ല. അല്ല നോക്കുന്നില്ല ഉണ്ട് എനിക്ക്. കാരണം ഒന്നുമില്ലാതെ അങ്ങനെ വളർത്തിയല്ലേ, നമ്മളെ കൈ വിടൂലെന്നൊരു ആഗ്രഹം, ഒരു സ്വപ്നം അങ്ങനെ ഉണ്ടായിനി. അതേപോലെ ഓലിപ്പോ 2 ഇനി ഇമ്മാനെയും പൊന്നു പോലെ നോക്കണം. ഞങ്ങൾക്ക് എന്ത് വേണേലും വാങ്ങിത്തരും. അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്കുണ്ടല്ലോ എന്താണ് വാപ്പാന്റെ സ്നേഹം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോ ഓരോരുത്തർ ഞങ്ങളോട് പറയും എടാ എന്റെ വാപ്പ വാങ്ങി തന്നു, എന്തിനു വാപ്പ എന്തിനാ ഞങ്ങൾ ഉമ്മ ഉണ്ട് എന്ത് കാര്യം പറഞ്ഞാലും ഉമ്മ അത് അപ്പ വാങ്ങി തരലുണ്ടായിരുന്നു. പക്ഷെ ഇവരോട് ഞാൻ ചെറുപ്പത്തിൽ എന്താ പറഞ്ഞറിയോ, എല്ലാരെ കുട്ടികളെ കയ്യിലും ചിലപ്പോ നല്ല ഡ്രസ്സ് ഉണ്ടാവും, കളിപ്പാട്ടം വണ്ടി അതൊക്കെ ഉണ്ടാവും. അതൊന്നും കണ്ട് ഉമ്മച്ചി കുട്ടികൾ ഇവിടെ വന്ന് കരയരുത് കേട്ടോ, ഉമ്മച്ചി പണിക്ക് പോയിട്ട് കിട്ടിയിട്ട് വേണ്ട പൈസ, അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തേനെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ രാജകുമാരിയെ പോലെ തന്നെ ഈ 2 പേര് നിങ്ങളെ കൊണ്ട് നടക്കണേ. ഞാൻ ഇവിടുന്ന് അന്നിൻ്റെ 2ാമത്തെ മോനും മരുമോളും ഞാനും താമസിക്കണേ. അപ്പം എൻ്റെ കുട്ടി പൈസ തന്നു. അപ്പോൾ ഇവർക്ക് അവിടെ ഇറച്ചിയൊന്നും കിട്ടൂലല്ലോ. അപ്പം എൻ്റെ ചെറുക്കൻ പിന്നെ പോയിട്ട് പോത്തിറച്ചി വാങ്ങിക്കൊടുന്ന് നടക്കരുന്ന്. എന്നിട്ട് പെണ്ണുങ്ങളോട് അറിഞ്ഞ് പത്തിരി ഉണ്ടാക്കാൻ അപ്പം നമ്മൾ തിന്നില്ലേ, അങ്ങനത്തെ പത്തിരി ഉണ്ടാക്കി രാത്രി എൻ്റെ കുട്ടി നേരം വെളുക്കോളം കുത്തുന്ന പത്തിരി ഇറച്ചിയൊക്കെ വരട്ടി ഇങ്ങോട്ട് ഉറങ്ങാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ മക്കളുണ്ടാക്കി പൊരിഞ്ഞ് കെട്ടി ഇടക്കര കൊണ്ടാക്കി തന്നു. നേരം വെളുത്തപ്പോൾക്ക് ഫസ്റ്റ് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ബസ്സിന് അവിടെ പോയി. പക്ഷേയാണെങ്കിൽ എഴുത്തും വായനയും അറിയില്ല. എന്നിട്ടും കൂടി ഞാനെൻ്റെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവും. എന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇവരവിടെയല്ല, ഒരു വാടകയ്ക്ക് വേറെ പോയിക്കണെന്ന് പറഞ്ഞു. ഒരു തറവാട്ടിൽ ചെന്നപ്പോൾ അതിന് ഞാൻ അവിടെ ചെന്ന് ഞാനാണെങ്കിൽ പത്തിരി ഇറച്ചിയൊക്കെ കൊണ്ട് ഞാൻ കുട്ടികൾക്ക് കൊണ്ട് പൈസ ചക്ക വേവിച്ചാണ്ടില്ല ചക്ക, പിന്നെ ഇറച്ചി വേവിച്ചത്, പത്തിരി, ഇങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് പോണത്. അവിടെ ചെന്ന് രാത്രി 11 മണിയായപ്പോഴപ്പോൾ എവിടെ പോയിട്ട് വരുന്നത്. ഇവർ പാർക്കണ പേരെ ഒരിക്കറിയില്ലായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഞാൻ കൊണ്ടുപോയി ഒരു ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് പോയപ്പോൾ ഈ 2 കുട്ടികളും ഉള്ളതുകൊണ്ടൊരു പൊത്ത് പോലത്തെ ഒരു നമ്മളീ പേരിൻ്റെ അത്രയൊന്നും ഇല്ല, ഒരു മോശപ്പെട്ട ഒരു പേരിൻ്റെ ഉള്ളിൽ കിടക്കണം. അവിടെ ചെന്ന് നോക്കുമ്പോൾ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, തുള്ളി വെള്ളം ചൂടാക്കാൻ അവിടെ സാധനമല്ല. വെച്ചാണെങ്കിൽ കയ്യും കാലൊക്കെ കോറിയിരിക്കണം. അതിലോ പിന്നെ എവിടെ പോയി മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കൊണ്ട് സ്റ്റവ് കത്തിച്ച് വെള്ളമൊക്കെ ചൂടാക്കി അതിലിൻ്റെ കുട്ടി ഈ പത്തിരിയും കൊടുത്തില്ലേ, ഇത് കെട്ടയച്ചത് കൊടുത്തില്ല, കുട്ടി ഇങ്ങനെ കണ്ണിന് വീട്ടിൽ ഇങ്ങനെ 2 കൈയോടും കൂടിയാണ് ഇതിൻ്റെ കുട്ടിയെ വാരി തിന്നണത്. ആ രംഗൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിലിങ്ങനെ കാണാം. ഇപ്പോഴും എൻ്റെ കണ്ണിൽ ആ കുട്ടി ആ തിന്നണ രംഗം ഇങ്ങനെ കാണാൻ. പിറ്റേ ദിവസം എൻ്റെ കുട്ടികളെ ഞാൻ കൊടുന്നു.
തിരിച്ചിങ്ങോട്ടേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകും. അതെന്താന്നോ അവിടെ കൊണ്ടായാല് ഈ 5 പവൻ തന്നിക്കണല്ലോ, അതെങ്ങനെയും അയാൾക്ക് വാങ്ങണം. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വേറെ കൊണ്ടുപോണേ. അപ്പോൾ അവിടെ ചെന്നാ ഇവിടുന്ന് ഇട്ട് പോവുക, അവിടെ ചെന്നാ അത് ഈ അമ്മായിമ്മ വാങ്ങിയെടുത്ത് വെക്കും. ആ അമ്മായിമാനെ അമ്മി അമ്മോസാക്ക അബ്ബാന്ന് പറയും. അപ്പൊ ഈ അമ്മി പറയും എങ്ങോട്ടേയും പോകുമ്പോ ഇട്ടാ മതി, ഇതിന്റെ കയ്യിൽ നിന്നോട്ടേന്ന്. അത് അവൾ വാങ്ങി വെക്കും. അപ്പോൾ ഈ തറവാട്ടിലാണല്ലോ ഈ സ്വർണം, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അയാൾക്ക് ആ സ്വർണം എങ്ങനെയും കിട്ടണം. അതിന് വേണ്ടി പറയും ഞാനിവിടെ അങ്ങാടിയിൽ നിക്കജ്ജ് പോയിങ്ങാണ്ട് അമ്മീൻ്റെ അടുത്ത് നിന്ന് ആ സ്വർണം വാങ്ങി വെക്കട്ടോ, 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനത് വരാന്ന്. അപ്പം ഞാൻ അമ്മീനോട് പറഞ്ഞു, അമ്മി എന്നോട് സ്വർണം തരാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചിക്കണേ. 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പത്തിന് സ്വർണം തരണമല്ലോ. അപ്പം പറഞ്ഞു എന്നാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കാം, ഇങ്ങോട്ട് അടുക്കള ഭാഗത്തേക്ക് വാറണം. ഇനിയും കൊണ്ട് അടുക്കള ഭാഗത്ത് കൂടെ പോയി അയാള് ഇവിടെ അങ്ങാടിയിൽ അടുത്തടുത്ത് ടൗണല്ലേ, ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ വേറെ ഭാഗത്ത് കൂടെ കൊണ്ടുപോയി ബൂത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു എളുപ്പം എൻ്റെ ഉമ്മാനോടും അമ്മോനോടും വരാൻ പറയാം. അങ്ങനെ ഇങ്ങോട്ട് പോന്നു. അന്ന് ഫസല് എന്നല്ല, അന്ന് വേറെന്താ പേരാണ്, ഇത് പിന്നെ അമ്മയുടെ പേരാണ്. അന്ന് മൂപ്പരുടെ പേരെന്തൊക്കെയാണ്? ശരിക്കും ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേ ഇപ്പം എനിക്കിപ്പോ ഭാവിയിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ കഥകൾ കേൾക്കുമ്പോ പേടിയ സത്യത്തിൽ വരുന്നത്. ഒരാളായത് എല്ലാരും ആകണം. അതെ. ഇപ്പൊ എന്റെ കുട്ടികളിപ്പോ ഇന്ന കുട്ടി ഇങ്ങനെയായി. എന്റെ മരുമക്കൾ 2 മരുമക്കളും പൊന്നു പോലെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഓരോ കുട്ടികളെ കെട്ടിച്ചു. ഇപ്പൊ 2 കുട്ടികളെ കണ്ടില്ലേ, 1-2 കുട്ടികൾ, 3 കുട്ടിയുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ മകന്റെ കുട്ടികളെ ഒരു കുട്ടീനെ കെട്ടിച്ചു. ഒക്കെ സുഖമാണ്. ഒന്നും അങ്ങനെ ആയിരുന്നത് എല്ലാരും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പൊ ഇത്രയും അധികം കഷ്ടപ്പാടില് നിങ്ങൾ 2 പേരെ വളർത്തി വലുതാക്കിയ ഉമ്മയും ഉമ്മുമ്മയാണ്. ഇവർക്ക് വീടല്ലാതെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വപ്നം ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? എനിക്ക് നല്ല ആഗ്രഹമാണ് പുറത്ത് കൊണ്ടുപോകണമെന്ന്. എവിടെയാ? പുറത്ത് വേറെ ഏതെങ്കിലും കൺട്രികൾ, അതായത് സ്ഥലങ്ങളൊക്കെ കാണിക്കണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്താ അറിയോ, ഇമ്മമാക്കും ആകെ അറിയുന്ന സ്ഥലം ഈ ഒരു പേര്, ഈ ചുറ്റുപാട് വന്നു കഴിഞ്ഞാൽ എടക്കരങ്ങാടി, നിലമ്പൂരങ്ങാടി, ഇങ്ങനത്തെ ഏരിയ മാത്രം. വേറെ പുറത്തേക്കുള്ള ഒരു ഇതുമില്ല. കാരണം ഇനി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എത്ര ഇവിടുന്ന് പെരിക്ക് വരിക, പെരിയില് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക, ഞങ്ങൾ വീട്ടിൽ കാത്തു നിൽക്കുക. രാത്രി 9 മണി കഴിഞ്ഞാ എല്ലാ ലോകം ഫുള്ള് പിന്നെ വ്യത്യാസം രാവിലെയാണ് വെളിച്ചം വരുന്നത്. ഇവ വീഡിയോസ് ചെയ്യുമ്പോൾ ഈ പ്രൊമോഷൻ കാര്യമൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഓൾറെഡി ഓരോ പ്രൊമോഷനും പേയ്മെന്റ് ഇട്ടില്ലേ? അപ്പൊ ആദ്യത്തെ പ്രൊമോഷൻ പേയ്മെന്റ് എത്രയായിരുന്നു? 500 രൂപയും ഒരു സ്പ്രേയും 1 മില്യൺ അടുപ്പിച്ചു കൊടുത്തു. അത് ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ 500 രൂപയൊക്കെ പേയ്മെന്റ് ഈ പറഞ്ഞ പ്രൊമോഷൻ ചെയ്യോ? കേൾക്കുമ്പോ ഇനി നാളെ തൊട്ട് പ്രൊമോഷൻ അറിയില്ലല്ലോ, അറിയാത്ത ടൈമല്ലേ ഇത് ചെയ്യണത്. കാരണം 500 രൂപ ഞങ്ങളെ മൈൻഡിലാണ് പൈസ ആയിക്കോട്ടെ, 500 ലാഭം. ഇപ്പം നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ ട്രൈപോഡിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് പലതരത്തിലുള്ള സാധനങ്ങളാണ്. തലയിലാരാ ശരിക്കും? ഞാനാണ് അത് വെറുതെ അവിടെ നിന്നപ്പോ ഇങ്ങനെ ഞങ്ങക്ക് തോന്നി ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു ട്രൈപോഡ് ആക്കി എടുക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ റീലെടുത്തു, യൂട്യൂബിന്റെ വീഡിയോസ് എടുത്തു. അങ്ങനെ അത് കമന്റ്സ് വരാറുണ്ടോ? ഇത്ര വെറൈറ്റി ആയിട്ട് ട്രൈപോഡ് സെറ്റ് ചെയ്താണ്. പക്ഷെ എല്ലാരും വേണ്ട എന്താ അറിയോ, അത് വല്യമാന്റെ ഐഡിയ വരുള്ളൂ. ഫോണ് വെച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യണേ. ഇപ്പൊ ഇത്രയും വലിയ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുറമെ നോക്കുമ്പോൾ ഐഫോൺ വാങ്ങുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടി എടുക്കുന്നു, ഓൾറെഡി കമന്റ്സ് വരും ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് വീട് പണി തീർത്തൂടെ എന്നൊക്കെ പലതരത്തിലെ കമന്റ്സ് വരാറില്ലേ? കാരണം ഞങ്ങൾക്ക് എന്താ അറിയോ, അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഈ വണ്ടി പറഞ്ഞാൽ ഓനക്കൊരു കമ്പം കയറിയ അടുത്താണ്. കാരണം ഈ പ്രായത്തിലെല്ലാം ഇതാക്കാൻ പറ്റുള്ളൂ. എന്തായാലും പിന്നെ ലോൺ എടുത്തിരുന്നത്, ലോൺ എടുത്താണ്ട് വണ്ടി കുറച്ചു കാലം കൊണ്ടുനടന്നു, നാട്ടില് ഒന്ന് കൊണ്ടുനടന്നു. കാരണം ഞങ്ങൾ ഈ ഏരിയയില് ഞങ്ങൾക്ക് മാത്രമല്ല ഞാൻ വണ്ടി. അപ്പൊ അത് വാങ്ങിയാണ്ട് ഓണാണ്ട് ആഗ്രഹത്തിന് അത് വാങ്ങിയാണ്ട് കുറച്ച് 2 കൊല്ലൊക്കെ നോക്കിയാണ്ട് പിന്നെ കൊടുത്തു. എന്താ അടവാണ്, അടവ് ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ അത് കൊടുത്താണ്ട് ബാക്കി അടവ് തീർത്ത്. പ്രത്യേകിച്ച് പൈസയും കാര്യമൊന്നും കിട്ടിയിടുന്നില്ലേ. പിന്നെ ഉള്ളത് ഐഫോണിന്റെ കേസ്, അതായത് EMI എടുത്തിക്കാണ്. എന്റെ പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് 11 Pro ആണ്. ഐഫോൺ 11 Pro ആണ് ഞാൻ യൂസ് ചെയ്യണം. ഓന് 15 ഞാൻ സെക്കൻഡ് എടുത്താണ്. കാരണം വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്താണ്. കാരണം ഐഫോണിൽ നമ്മൾ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും, പിന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. ആ ഒരു ഇതിലെടുത്താണ്. ഞാൻ എന്ത് ഓലോട് ആഗ്രഹം പറഞ്ഞാലും ഒരു പോത്തിനെ വാങ്ങി തരുമെന്ന് വെച്ചാൽ ഓല് കടം വാങ്ങിയിട്ട് വാങ്ങി തന്നു. പോത്തിനെ വളർത്തി ഭയങ്കര വിറ്റാണ്. അതിനെ ഞങ്ങള് ഇന്ന് കൊണ്ടുവന്ന്
ഇന്നാണ് കൊണ്ടുവന്ന് നാളെ നേരമ്പോഴത്തെ ഇനിയും കൊണ്ട് പൊയ്ക്കുകയാണ്. അതിന് ഈ നാടും നമ്മളൊന്നും പരിചയമില്ലല്ലോ. വലിച്ചങ്ങോട്ട് പാഞ്ഞു. മൂക്ക് കുത്തിയിട്ടൊന്നുമില്ലേ. ഇവന്റെ കയ്യുമ്മ കൂടെ അത് ചുറ്റിയിട്ട് ഭയങ്കര പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ഓടി കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കയറ് കൊണ്ടുവന്നിട്ട് മൂക്കേറ് കെട്ടട്ടെ. മൂക്കേറൊക്കെ കെട്ടി ഞാൻ തന്നെ കെട്ടി അവിടെ ഒരു മരത്തുമ്മ കെട്ടി. പിന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് കെട്ടാനോ വെള്ളം കൊടുക്കാനോ എന്തിനേ പോയാ പിന്നെ എന്നാട്ട് ആട്ടും. അപ്പൊ അതിനറിയില്ല ഞാനാണ് 2-3 കുറി ഇന്നങ്ങനെ ആട്ടിയപ്പോ ഞാൻ പറഞ്ഞു അല്ല കൂട്ട എന്താ എന്റെ വിചാരം ഞാനല്ലേ ഇപ്പൊ എനിക്ക് എന്നെ കുളിപ്പിച്ചെന്നൊക്കെ ഒരു ബടി എടുത്ത് ഇങ്ങനെ ചീത്ത പറയാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല ആ ശുണ്ടുമോള് പറഞ്ഞ ഒരു പൂച്ച അതും ഇങ്ങോട്ടുണ്ട് ഈ എകരത്തിലും ഇങ്ങോട്ട് വന്നിക്കണ വാലൊക്കെ പൊന്തിച്ചങ്ങാണ്ട് ഈ പോത്തിന്റെ അടുത്തേക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു ഈ പൂച്ചട്ടോ അമ്മക്ക് വേണ്ടിട്ട് ആ പോത്തിനോട്. മിനിറ്റ് നേരം കൊണ്ട് പിന്നെ ആ പോത്ത് പിന്നെ അന്ന് തൊട്ട് ആ പോത്തിനെ കുത്തിയിട്ടില്ല. വെറുതെ അല്ലേ ഉമ്മ ഇത്രയും പൂച്ചനെ വളർത്തുന്നേ ടീമാ. അത്ഭുതമാണ്. ആർക്ക് പറഞ്ഞാലും അത് വിശ്വസിച്ചുണ്ടാവും. ഇതേപോലെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ഇന്ന് ഞാൻ കഴിഞ്ഞ നോമ്പിന് വെളിച്ചക്ക് നീച്ചാൻ വേണ്ടിട്ട് ഇമ്മ പൂച്ചനോട് എന്നെ വിളിക്കാൻ വേണ്ടി. അത് ചിലത് മനസ്സിലാവുന്നുണ്ട്. ആ പൂച്ച നിന്നെ വിളിച്ച് ഇമ്മ പറഞ്ഞ താമസം വന്നിട്ട് പറയാ ഞാവൂന്ന്. എനിക്ക് ഉമ്മാന്റെ വീഡിയോസ് കണ്ടിട്ട് കുറെ പേര് ഇങ്ങനെ ചോദിക്കാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോ? ഒന്നാമത് കാലേറ്റ് വയ്യ. കാല് വയ്യാത്തോണ്ടാണ്. പണ്ടൊട്ടേ ഞങ്ങക്ക് ഈ മറ്റേ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടാണ്. ഞങ്ങള് വളർത്താത്ത ജീവികള് കുറവാണ്. എലി തൊട്ടിട്ട് തുടങ്ങണേ. അതിന് വളർന്ന് വലുതായപ്പോഴേ എലിയാന്ന് മനസ്സിലാവുന്നത്. പിന്നെ പരുന്ത്, പ്രാവ്, എല്ലാ മൃഗങ്ങള്, അണ്ണാനി എല്ലാം ഉണ്ടാവും ഞങ്ങളെ പേരില്. ഞങ്ങളെ പേരിക്ക് ആരെങ്കിലൊക്കെ വന്നാണ്ടല്ലോ എന്താ മൃഗശാലയെന്ന് ചോദിക്കാം. മൃഗങ്ങളുണ്ട്. അതിന് മാത്രം മൃഗങ്ങളുണ്ടാവും അവിടെ. സെറ്റായിരുന്ന മൃഗം ഇതാണ് പരുന്താണ്. ഇവിടെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കോറി ഉണ്ട്. അവിടെ ഞങ്ങള് കളിച്ചൊക്കെ ചെയ്തിന്. അപ്പൊ ക്രിക്കറ്റ് കളിച്ചാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് പന്ത് പാറും ചെറുപ്പത് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെവിടെ പോയി കഴിഞ്ഞാല് നമ്മളെ പിന്നാലെ ഉണ്ടാവും. പുഷ്കുട്ടാന്ന് വിളിച്ചാൽ അതിന്റെ പേരുണ്ട്. പുഷ്കരൻ പേര് ഇടല് ഭയങ്കര വെറൈറ്റി ഇവിടുത്തെ എല്ലാ ജീവികൾക്കും. ശരിക്കും ഈ വീട് ആരുടെയാ ശരിക്കും? ഇത് മമ്മാന്റെ വീട്. എത്ര വർഷത്തെ പഴക്കുണ്ട് ഈ വീടിന്? ഈ വീട് വെച്ചിട്ട് 26-28 കൊല്ലായി. മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് ഇവക്ക് 2.5 വയസ്സിലപ്പോ ഈ വീട്ടിൽ വന്നതാണ്. ഇപ്പൊ ഇവക്ക് 55. ഉമ്മാന്റെ വയസ്സിൽ കുറച്ച് 55. ഉമ്മ ജസ്റ്റ് ഞെട്ടിട്ടോ 10 വയസ്സ് പെട്ടെന്ന് കയറിപ്പോയിന്നൊക്കെ. ഇപ്പൊ ഇവര് രണ്ടുപേരും കമ്മിറ്റഡ് ആണെന്നാണ് ഞാൻ കേട്ടത്. എങ്കിലും ഭാവി മരുമകളെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താ ഉമ്മ? നല്ല 2 കുട്ടികളെ കിട്ടട്ടെ എന്റെ കുട്ടികൾക്ക്. എന്നാലും ഞാൻ മക്കളെ വളർത്തി എത്ര സ്നേഹത്തോടെ കൂടി വളർത്തി അത്രയും സ്നേഹം ഓൽക്കും ആ കുട്ടിയിൽ നിന്ന് കിട്ടണം. അതാണ് നല്ലൊരു കുട്ടീനെ തന്നെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും കുട്ടികളൊക്കെ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ അറിയും അമ്മമാരെ കൊണ്ട് ഒരു വോയിസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു അമ്മമാന്റെ. കമ്മിറ്റഡ് ആണ് രണ്ടുപേരും. കണ്ടാലും എന്നെ ഞാൻ എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കണ്ടിക്കണേ. അപ്പൊ എവിടെ വീട് എന്താ നമ്മൾ ചോദിക്കുമല്ലോ. പിന്നെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് കാണിച്ചു തന്നിക്കണേ. നമുക്ക് പറ്റണ കുട്ടിയാണെങ്കിൽ നമ്മള് ഓക്കെ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ പറയും അത് പറ്റില്ല എന്ന് പറയും. എനിക്ക് ഉണ്ടല്ലേ എന്തിനീ അപ്പക്കപ്പളെ മുഖത്ത് നോക്കി പറയണ സൈസാ ഞാൻ. ഞങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമില് ചെറിയ രീതിക്കില്ല ഫസ്റ്റത്തെ പരിപാടിയാണ് എന്താണ് ചെറിയ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ലേ ചെറിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ. അതായത് പെരീത്തെ ചെറിയത് എന്തെങ്കിലും ഒരു പണിന്റെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ പ്രാങ്കിന്റെ ടൈമാണ്. പിന്നെ പ്രാങ്കിന്റെ ടൈമാണ്. കാരണം ഓരോരുത്തർ പ്രാങ്കിന്റെ ചെയ്തു. അപ്പൊ ഞങ്ങളും പ്രാങ്കിന്റെ ചെയ്താലോ എന്ന് വിചാരിച്ചാണ്ട് പ്രാങ്കിന്റെ പരിപാടി ചെയ്തു. എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അതില് പിന്നെ 2-3 വട്ടം പ്രാങ്കിന്റെ വീഡിയോസ് ചെയ്തപ്പോ കുഴപ്പമില്ല. പിന്നെ ചെയ്തപ്പോ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിനെ. അതില് നാട്ടുകാര് കേസ് കൊടുത്തു. കൂട്ടത്തില് ഞങ്ങൾ ഇവിടുത്തെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിന്. അതായത് ചെറിയ പികിരാളൊക്കെ ഉണ്ട്. ഓലി കുട്ടിയാണ്ട് പോയിന്. അപ്പൊ ഓല് ചിലർക്ക് പറ്റിക്കോണമെന്നില്ലല്ലോ. അപ്പൊ ഓല് കേസ് കൊടുത്തു. അങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനുണ്ട് എല്ലാരും മാറി നിർത്തി ഇവരൊക്കെ മാറ്റി നിർത്തി. ആരതിന് മൂത്ത ഞാന് അതിന് ശേഷം പിന്നെ ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരിതായി. SI ചോദിച്ചു
നിങ്ങളാണോ ഓലെ പ്രാങ്കിന് പറഞ്ഞേച്ചു ആർമിയാ എല്ലാത്തിനും സപ്പോർട്ടായി വരുമ്പോ അതിനുശേഷം പിന്നെ വീഡിയോ ചെയ്യാൻ വലിയ താല്പര്യമില്ല. കാരണം ആകെ ചടച്ചീന്. കാരണം നാട്ടിലും ആകെ നാണം കെട്ട്. കാരണം ആൾക്കാരൊക്കെ കാണുമ്പോ കളിയാക്കൽ തുടങ്ങി. ഏടാ യൂട്യൂബർ ആക്കണ. കാരണം ഒന്നും അല്ലല്ലോ, എന്നാലും പക്ഷെ ഇങ്ങനെ വിളിക്കുമ്പോ നമുക്കൊരു ചെറിയ ഇടങ്ങേറൊക്കെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെയാണ് ഞങ്ങൾ ഈ ടെന്റ് വാങ്ങിയത്. ടെന്റ് അടിച്ചാണ്ട് ഇതാക്കി തുടങ്ങി. അതിന്റെ ഒപ്പം തന്നെയാണ് പിന്നെ മറ്റേ ഇത് പറഞ്ഞു ചൂണ്ടല് വാങ്ങിയത്. അപ്പൊ ചൂണ്ടല് മൂഞ്ചി. കാരണം ഇല്ല വേറെ കൂട്ടുകാരുണ്ടായിരുന്നു എടുത്തോ തിരിയേറ്റാണ്ട് അത് പാളി. പൊതുവെ ആൺകുട്ടികള് അവരുടെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എപ്പോഴും നമ്മളെ വീട് ഭയങ്കര വൃത്തിയാക്കി വെച്ച് അല്ലെ നന്നാക്കി വെച്ച് അവരെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥയും നിങ്ങളുടെ പ്രാരബ്ധമൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാറുണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവും സെക്യൂർ ആവും എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് യൂട്യൂബ് ചാനൽ ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു ചെറിയൊരു ഹോപ്പ് ഉണ്ട് തീർന്നു. ഇപ്പൊ ഇമ്മമാനെയും ഉമ്മാനെയും വെച്ച് വീഡിയോയിൽ തുടങ്ങിയപ്പോ എന്തൊക്കെയാ എവിടേക്ക് ചെറിയൊരു സ്പാർക്ക് വന്നു. രക്ഷപ്പെടും ഇതാവും ചിലപ്പോ ഇതാവും ഞങ്ങൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഒക്കെ തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ പഠിത്തത്തിന്റെ കേസിൽ ഞങ്ങൾ രണ്ടാളും ബേക്കുക. കാരണം രണ്ടാളും പ്ലസ് ടു പറ്റിക്കണേ. ആണുങ്ങൾ കേട്ടോ പെൺകുട്ടികളൊക്കെ ജയിച്ചിട്ടുണ്ട്. ആൺകുട്ടികളാരും പ്ലസ് ടു ജയിച്ചിട്ടില്ല, ഒക്കെ തോറ്റിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിച്ചിട്ട് അപ്പൊ ഞങ്ങള് പഠിച്ചിട്ട് ഞങ്ങൾ എവിടത്തൊന്നുള്ള ഒരു ഇതില്ല. പക്ഷെ ഞങ്ങള് എന്തേലൊക്കെ ആക്കിയിട്ട് എന്തേലൊക്കെ ആവണം എന്നുള്ള ചെറിയൊരു ഹോപ്പുണ്ട്. കാരണം ഈ കൊറേ കാലമായില്ലേ ഇവര് ഈ ഒരു ഇതിലായി. കാരണം പുറലോട്ട് ഒരു ടച്ചും ഇല്ല. പിന്നെ ഈ ചെറിയ വീട്ടില് കുറച്ചൊരു വലിയ പെരിയിലൊന്ന് കയറ്റി നിർത്തണം എന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. തേച്ച പെരിയില് പാർക്കാൻ പോകുന്നു. കാരണം എന്താ അറിയോ, ഇത് ഡെയിലി 2-3 വട്ടം അടിച്ചു വരും. ഇല്ല മണ്ണും കട്ടിയൊക്കെ ചാടി എത്ര അടിച്ചോരിയിട്ടും അടുക്കി വെച്ചിട്ടൊന്നും ഒരു ബലമില്ല. ആൾക്കാർ എന്താ പറയുക ഇതെന്താ വൃത്തിയാക്കാത്ത ഇതെന്താ വൃത്തിയാക്കാത്ത. ചുടുകാട്ടല്ലേ, അപ്പൊ മണ്ണിടക്കിടക്ക് അങ്ങനെ പോരും. പിന്നെ മാലാറ അല്ല അറിയൂല പറയാനിപ്പോ മാറാല അടിഞ്ഞിട്ട് അങ്ങനെ ഒക്കെ വൃത്തിയിടായി കിടക്കുകയും ഇതെന്നൊക്കെ ഒന്ന് ഒഴിവാക്കിയാണ്ട് ഒരു തേച്ച പെരിയൊക്കെ കേട്ടണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സ്വപ്നം അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പൊ ഹൗസ് വാമിന് ഞാനും വരും. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. ബിക്കോസ് എന്റെ ഫാമിലിയുടെ ഭാഗമായി മാറി നിങ്ങൾ. കാരണം ഇവിടെ വന്നപ്പോ അത്രയും സ്നേഹമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്. കല്യാണത്തിനും ഞാൻ കാത്തിരിക്കുകയാണ്. കല്യാണം അത് കുറെ സമയം എടുക്കുന്നത്. നിങ്ങൾ എല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങൾ അടിച്ചു പൊളിക്കുക. നിങ്ങൾ അടുത്ത വീഡിയോസിനൊക്കെ എന്നെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ്.